ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം അത് നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹുവിന്റെ റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ പൊരുത്തം അത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും ഒരു പൊരുത്തം നേടുക അത് ജീവിതത്തിൽ ഒരാൾ സ്വാലിഹാകുന്നതിന്റെ വലിയ ഒരു സംഗതിയാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം നേടുക എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല. അപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം നേടുക എന്നുള്ളത് അതുകൊണ്ടാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. ബാപ്പമാര് ഉമ്മമാരോടുള്ള കടപ്പാട് നിർവഹിക്കണം. സഹോദരങ്ങളെ, ഉപ്പാനെയും ഉമ്മാനെയും നോക്കുന്നിടത്ത്, ചെലവ് ചെയ്യുന്നിടത്ത് നാട്ടിലെ സാഹചര്യമോ മറ്റോ നോക്കിയിട്ടല്ല അത് ചിന്തിക്കേണ്ടത്. ഏതെങ്കിലും ഒരു മകനോ ഒരു മകൾക്കോ മാത്രം തീറെഴുതി കൊടുക്കേണ്ട ഒരു വിഷയവും അല്ല. ഏതെങ്കിലും ഒരു പുതിയാപ്പിളക്ക് മാത്രമുള്ളൊരു ബാധ്യതയായി വെക്കേണ്ട വിഷയവും അല്ല. ഉപ്പാനെയും ഉമ്മാനെയും മക്കള് എന്ന അർത്ഥത്തിൽ എല്ലാവരും അതിന് ബാധ്യസ്ഥരാണ്. ഒരു വീട്ടിലാണോ ബാപ്പയും ഉമ്മയും കഴിയുന്നത്, ബാക്കിയുള്ളവരൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന വിഷയത്തില് ഒരു മാസത്തില് ഉമ്മക്ക് ചെലവിന് വേണ്ടി എല്ലാ മക്കളും കൊടുക്കണം, എല്ലാവരും ട്രീറ്റ്മെന്റിന് കൊടുക്കണം, എല്ലാവരും ഒത്താശ ചെയ്യണം. അത് വേണം. അവിടെ ആൾക്കാരെല്ലാരും ഇല്ലെങ്കിലും ഓരിക്കുന്നിടത്ത് ആരെങ്കിലും മിസ്സാവോ? ആരും മിസ്സാകൂല. അങ്ങ് ലണ്ടനിലാണ് ഒരാളെങ്കിലും അവിടുന്ന് ഒരു ബസ് വിളിച്ചിട്ടെങ്കിലും ഇങ്ങോട്ട് വരും. ഒരു ബസ്സാണ് വിളിക്കാൻ കിട്ടിയതെങ്കിലും ഒരു ബസ് വിളിച്ചിട്ടെങ്കിലും വരും. അതിലൊന്ന് പങ്കെടുത്ത് പുണ്യം നേടാൻ, ബർക്കത്ത് നേടാൻ. കൊടുക്കുന്നിടത്ത് അത്ര ഊക്കുണ്ടാകൂല, കിട്ടുന്നിടത്ത് എന്തൊരു സന്തോഷമായിരിക്കും. അല്ലാ, എന്തൊരു ഊക്കായിരിക്കും അതിന്. ആ ഡേറ്റ്, ആ സമയം അടക്കം മറന്നു പോകൂല. സഹോദരങ്ങളെ, കൊടുക്കുന്നിടത്താകണം നല്ല താല്പര്യം. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള ഖിദ്മത്തില് എത്ര ചെലവഴിച്ചാലും ഞാൻ ഫുള്ളായി ചെലവഴിച്ചു എന്ന് പറയാൻ ഒരാൾക്ക് കഴിയില്ലല്ലോ. എത്ര കൂടുതൽ ജീവിതത്തിൽ മുഴുവനായി ചെലവഴിച്ചു എന്ന് തന്നെ ഒരാൾ പറഞ്ഞോട്ടെ. സമ്പത്ത് മുഴുവനും എന്റേത്, ഞാൻ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി മുഴുവനും അങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞാലും അവരോടുള്ള ഹക്ക് പൂർണ്ണമായും വീട്ടി എന്ന് പറയാനൊക്കൂലല്ലോ, പറയാൻ കഴിയില്ലല്ലോ. അത്രമാത്രം വലിയ ഹക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ ശുക്രിനോട് അള്ളാഹു ഈ ശുക്രിനെ ബന്ധിപ്പിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമായി കണക്ക് കൂട്ടേണ്ടതല്ല.